പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് സഹപാഠികൾ പീഡിപ്പിച്ചത്. 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയാണ്. വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, വളരെ ഗുരുതരമായൊരു വിഷയമാണ്. എപ്പോഴാണ് സംഭവം? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സമൂഹത്തിന് ഞെട്ടലും ആശങ്കയും ഉളവാക്കുന്ന ഒരു പോക്സോ കേസാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ, അതായത് പത്തനംതിട്ട ജില്ലയ്ക്കും കൊല്ലത്തിനും അടുത്തുള്ള കലഞ്ഞൂരിലെ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ 2 മാസം മുമ്പ് ഈ പീഡനം നടന്നിട്ടുള്ളത്. മൊത്തം കൂടൽ പോലീസിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസിൽ 2 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മൊത്തം 11 പ്രതികളാണ്. ഈ 2 കേസുകളിലും ഈ മൊത്തം 11 പ്രതികളുമുണ്ട്. അതായത് ഒരു കേസ് ഈ 13കാരിയെ സ്കൂളിൽ വെച്ച് പീഡിപ്പിച്ചതിലെ 6 പേരും, ഈ പെൺകുട്ടിയുടെ ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് മറ്റുള്ളവരും, അതായത് ഈ 11 പേരിലെ ഈ 6 പേരിലുമാണ് അങ്ങനെ സ്കൂളിലും ഈ വനിതാ സുഹൃത്തിന്റെ വീട്ടിലും വെച്ച് നടന്ന 2 കേസുകളിലായിട്ടാണ് 2 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2.5 മാസം മുമ്പ് നടന്ന ഈ പീഡനം ഈ കഴിഞ്ഞ ദിവസം അധ്യാപകരോട് ഈ പെൺകുട്ടി ഇത് വെളിപ്പെടുത്തുകയും ഉടൻ തന്നെ സ്കൂളിലെ കൗൺസിലിംഗും മറ്റും നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട അധികാരികളെയും പോലീസിനെയൊക്കെ അറിയിച്ചതിനു ശേഷം പോലീസിന്റെയും കൗൺസിലിംഗിന്റെയും സഹായത്തോടു കൂടിയാണ് CWCയുടെ നേതൃത്വത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്നേരം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ഈ ഇരയുടെ മുമ്പിൽ തന്നെ പീഡനത്തിന് ഇരയായവരെയെല്ലാം പരേഡ് നടത്തി ഈ 6 പേരെയും ഈ പെൺകുട്ടിക്ക് മനസ്സിലാക്കുകയും അവർക്കെതിരെ ഈ നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ ആക്ട് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇത് പ്രായപൂർത്തിയാകാത്തതിനാൽ അതീവ ഗൗരവവും ഗുരുതരമായിട്ടുള്ള ഒരു പോക്സോ കേസ് ആയതുകൊണ്ട് ഒരു തരത്തിലും പഴുതോ അല്ലെങ്കിൽ മറ്റുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയാകാതെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയാണ് കൂടൽ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം കഴിഞ്ഞ ഒരാഴ്ചയായി ഇവരെ നിരീക്ഷിച്ച് അറസ്റ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ CWCയുടെ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള CWCയുടെ ഒത്താശയോടുകൂടി വേണം ഇവരെ അറസ്റ്റ് ചെയ്യാനും. നിലവിൽ ഇപ്പോൾ 6 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ 2 പേരിനെയും മുതിർന്നവരാണ്. അവർക്കെതിരെയും കൂടെ കേസെടുക്കും. ബാക്കി വീട്ടിൽ വെച്ചുള്ള ഈ പീഡനത്തിന് ഇരയുടെ വെളിപ്പെടുത്തലോടെ അവരെ കൂടി അറസ്റ്റ് ചെയ്തതിനു ശേഷം പോക്സോ കേസിലേക്കും മറ്റുമൊക്കെ വരുന്നുള്ളൂ അരുണിമ. എങ്കിലും നമുക്കിത് വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്നതാണ്. 2.5 മാസം മുമ്പ് നടന്ന ഈ പീഡനം കഴിഞ്ഞ ദിവസമാണ് ഈ 13കാരി അധ്യാപകരോടും മറ്റുമൊക്കെ വെളിപ്പെടുത്തി ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് ഇതിപ്പോൾ എത്തി നിൽക്കുന്നത് അരുണിമ. ശരി, വ്യക്തമാണ്. പത്തനംതിട്ടയിലാണ് 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്നൊരു വിവരം ലഭിക്കുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് സഹപാഠികൾ പീഡിപ്പിച്ചിരിക്കുന്നത്. 5 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും 5 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. നിയമ നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രസാദ് MJ ആണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം കനക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധം ആരംഭിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞു. പ്രതിഷേധവുമായി ജന്തർ മന്ദറിൽ നിരാഹാര സമരം ഇരിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. വാങ്ചുക്കിന്റെ ആരോഗ്യനില കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സോനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാരാണ് ഉത്തരവാദിയെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ അവകാശപ്പെട്ടു. പ്രതിഷേധ സ്ഥലത്ത് ചായ് പേ ചർച്ച വിത്ത് കോക്രോച്ച് എന്ന പേരിൽ ആശയവിനിമയ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. പ്രസ്ഥാനത്തെ എങ്ങനെ മികച്ചതാക്കി മാറ്റാമെന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. തൃശൂർ മോതിരക്കണ്ണിയിൽ റോഡിന് കുറുകെ വീണ തെങ്ങിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മോതിരക്കണ്ണി സ്വദേശി തളിയൻ തോമസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലാണ് മോതിരക്കണ്ണി റോഡിൽ തെങ്ങ് കടപുഴകി വീണത്. ഇത് മുറിച്ചു മാറ്റിയിരുന്നില്ല. പുലർച്ചെ ബൈക്കിൽ വരികയായിരുന്ന തോമസ് തെങ്ങിലിടിച്ച് വീണ് മരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.